സബ്ജക്റ്റിലേക്ക് കഥ പറയുമ്പോൾ എന്താണ് ആദ്യം തോന്നുന്നത്? ഇത് വലിയൊരു സബ്ജക്റ്റാണ്, പ്രേക്ഷകർ ലോകമെമ്പാടും കാത്തിരിക്കുന്ന സിനിമയാണ്. ഈ കഥ കേട്ടപ്പോൾ എന്താണ് മഞ്ജു എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിന് തോന്നിയത്? സൂപ്പർ ലേഡി സ്റ്റാർ മഞ്ജു സാധാരണ ഒരു നടിയാണ്, ഞാൻ അങ്ങനെ വിളിച്ചാൽ മതി. എനിക്ക് ഒരു നടി എന്നുള്ള നിലയിൽ വലിയ എക്സൈറ്റ്മെന്റ് തോന്നി, നല്ല സന്തോഷം തോന്നി. ഒരു നല്ല അഭിനയ പ്രാധാന്യം, സാധാരണ എൻ്റെ അടുത്ത് വരാറുള്ള കഥയും സ്ക്രിപ്റ്റും ഒക്കെ എപ്പോഴും അഭിനയ പ്രാധാന്യവും ഈ പറഞ്ഞ പോലെ ഫീമെയിൽ ഓറിയന്റഡ് എന്നുള്ളൊരു വാക്കുകൾ എന്നെ പ്രീതിപ്പെടുത്തും എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി പറയാറുണ്ട് എല്ലാവരും. പക്ഷെ ഇതിന് അങ്ങനെ ഒരു വിശേഷണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഒരു കഥ കേട്ടപ്പോൾ തന്നെ ഇതെങ്ങനെയാണ് ഇത് ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആമിറും സക്കറിയും ഒക്കെ പറയുന്നത് കേട്ടപ്പോൾ പിന്നെ തീർച്ചയായിട്ടും സക്കറിയൊക്കെ നല്ല സിനിമകൾ എടുത്ത് തെളിയിച്ചിട്ടുള്ള ആളാണ്, ആമിർ വളരെ കഴിവുള്ള ഒരാളാണ് എന്ന് സക്കറിയുടെ ഒരു സ്കൂളിൽ നിന്ന് തന്നെയാണ് ആമിർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഇവർക്ക് ഈ സിനിമയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇതിനോടൊപ്പം പ്രവർത്തിക്കാൻ ഇവരുദ്ദേശിക്കുന്ന ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ എന്ന് പറയുന്നതും എല്ലാ വിവരങ്ങളും ഒക്കെ കേട്ടപ്പോൾ ഈ സിനിമ നന്നായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് ഈ സിനിമ ചെയ്യാനായിട്ട് ഞാൻ സന്തോഷത്തോടെ സമ്മതിച്ചത്. ട്രോളൊന്നും പുത്തിരി അല്ലല്ലോ, വിഷമമൊന്നും ആയില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ തന്നെ എന്നെ ആദ്യം ട്രോൾ ചെയ്തത് ഞാൻ തന്നെയാണ്. അപ്പം അങ്ങനെ വിഷമമൊന്നും ഉണ്ടായില്ല. അതൊക്കെ എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ്. മറ്റുള്ളവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ ട്രോൾസ് ഒക്കെ ഉണ്ടാക്കാൻ ഉള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അതിൻ്റെതായിട്ടുള്ള സ്പിരിറ്റിലേ ഞാൻ എടുത്തിട്ടുള്ളൂ. വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ വലിയൊരു ചലഞ്ച് ഉണ്ടായിരുന്നത് പാട്ടുകൾ ചെയ്യുന്നത്. കാരണം ഇതൊരു ഇൻഡോ അറബ് എന്ന് പറയുന്ന 2 ലാംഗ്വേജിൽ വരുന്ന സിനിമ ആയതുകൊണ്ട് ഇതിലൊരു ഈണം ചെയ്യുമ്പോൾ അത് മലയാളം എന്നുള്ള ലാംഗ്വേജിനും അറബിക് ലാംഗ്വേജിനും കൃത്യമായിട്ട് ചേരണം, ഒരേ ഈണം തന്നെ. അതൊരു വലിയൊരു ചലഞ്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാട്ട് ആയിഷ എന്ന് പറഞ്ഞ ഇതിൽ പാട്ട്, അത് നമ്മൾ അറബിക് ചെയ്യുമ്പോഴത്തേക്കും എന്തുകൊണ്ടും അത് മാച്ച് ആകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഈണം ചേഞ്ച് അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് ഒരു ഡ്രീം കം ട്രൂ ആണ്. ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ ഗ്രാമർ അങ്ങനെയാണ്. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞ പോലെ ഇത്രയധികം 10-28-29 വർഷമായിട്ട് മ്യൂസിക് നമ്മുടെ മലയാള സിനിമയിൽ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ദിസ് ഈസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ദിശയിൽ വരുമ്പോൾ ഞാൻ നേരത്തെ സത്യസന്ധമായി തന്നെ പറഞ്ഞതാണ്, ആളുകൾ നല്ലതായതുകൊണ്ട് എനിക്ക് എളുപ്പമായിട്ടുണ്ട് കാര്യങ്ങൾ. ഇപ്പം ഇരിക്കുന്ന എല്ലാ ക്രൂ മെമ്പേഴ്സും അത് മനുഷ്യത്വം എവിടെ കാണിക്കണം എന്ന് ഓരോരുത്തർക്കും ബോധമുണ്ട്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഈഗോസ് ഉണ്ട്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങളുണ്ട്, മാനസിക പ്രശ്നങ്ങളുണ്ട്. ഒരു 2 മാസം ഒരു സ്ഥലത്ത് നിൽക്കുമ്പം എല്ലാവർക്കും ഉണ്ടാവും. നമ്മളെ വീട്ടിനകത്ത് തന്നെ അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ, നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പം എവിടേക്കാണ് നമ്മൾ മനുഷ്യത്വം കാണിക്കേണ്ടത്, എന്ത് കോസിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് എന്നുള്ള ബോധം ഓരോരുത്തരുടെയും ഉള്ളിൽ ഉള്ളത് കൊണ്ട് എളുപ്പമായ ഒരു സിനിമയാണ്. ഉറപ്പായിട്ടും ഇത് റിസ്ക് ആണ് എന്നുള്ളത് നമുക്ക് ഓരോ തവണ തോന്നുമ്പോഴും ആ റിസ്കിനെ കുറക്കാൻ നമ്മളെ സഹായിക്കുന്ന ക്രൂ മെമ്പേഴ്സ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇതെല്ലാ സിനിമയിലും സംഭവിച്ചോളണമെന്നില്ല, എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല, ഒരുപാട് സിനിമ വർക്ക് ചെയ്തിട്ട് ആരിസ്കാക്കൊക്കെ പറയാൻ പറ്റും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇത് മനോഹരമാണ്. ഇനി അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് എനിക്ക് പറയാനറിയില്ല. ഉറപ്പായിട്ടും അടുത്ത സംവിധാന സംരംഭം നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അവിടെ UAE-യിലുള്ള പുറം രാജ്യങ്ങളിലുള്ള തുനീഷ്യ, നൈജീരിയ, സിറിയ, UAE ഒക്കെയുള്ള താരങ്ങളൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. രക്തം കൊണ്ട് എഴുതിയ ഒരു ലെറ്റർ എന്ന് പറഞ്ഞിട്ട്, അപ്പം എന്താണ് അതിന്റെ സത്യാവസ്ഥ? എന്താണ് അങ്ങനെ ഒരു ലെറ്റർ ആളുടെ കയ്യിൽ എത്തിയോ? ചേച്ചി പോസ്റ്റ് ചെയ്തോ? എന്തായിരുന്നു? ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ലെറ്റർ എഴുതിയെന്നുള്ളത് സത്യമാണ്. പക്ഷെ എഴുതിയത് ചോര കൊണ്ടൊന്നുമല്ല, പേനോണ്ട് തന്നെ എഴുതിയത്. അപ്പൊ ആ സമയത്ത് എന്തോ യാദൃശ്യമായിട്ട് എന്റെ കൈയൊന്ന് മുറിഞ്ഞു. അപ്പൊ ഞാൻ ചോരയും കൂടെ വെച്ചയച്ചു. അതായത് എന്റെ തമ്പ് പ്രിന്റ് പോലെ ഞാൻ വെച്ചയച്ചു. അങ്ങനെയാണ് അത് സംഭവിച്ചത്. അല്ലാണ്ട് ചോരയിൽ കത്തെഴുതി എന്നൊക്കെ പറയുന്നത് കുറച്ച് എക്സാജറേറ്റഡ് ആണ്. ചിലപ്പോൾ അപ്പം തന്നെ ഞാൻ തന്നെ എൻ്റെ ആവേശത്തിൽ അങ്ങനെ പറഞ്ഞതായിരിക്കാം. ശരിക്കും ഒരു ഇങ്ങനെ തമ്പ് പ്രിന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് കുട്ടിക്കാലം തൊട്ടേ വലിയ ആരാധനയുള്ള ഒരു കലാകാരനായിരുന്നു പ്രഭുദേവ. ഇതിലിങ്ങനെ ഒരു പാട്ടിൻ്റെ ഒരു അവസരമുണ്ട്, ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും തമ്മിൽ ചർച്ച ചെയ്തപ്പോൾ ചുമ്മാ ഭാഗ്യം പരീക്ഷിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ച് ഒന്നും അതിനുവേണ്ടി മാത്രമേ ചോദിച്ചതാണ്. പക്ഷെ ഒരു അല്പം പോലും ആലോചിക്കാതെ അദ്ദേഹം
പിന്നെന്താ സന്തോഷത്തോടെയാണ് അദ്ദേഹം പിന്നെന്താ ചെയ്യാലോ എന്ന് പറഞ്ഞത്. പിന്നെയാണ് ഞാനും ജയൻചേട്ടനും തമ്മിലുള്ള യുദ്ധം അങ്ങ് തുടങ്ങിയത്. ഇല്ല, പല വേർഷൻസ് ഞങ്ങൾ, കാരണം ഇത് പ്രഭുദേവയെ പോലൊരാൾ നമ്മുടെ മലയാള സിനിമയിലേക്ക് വന്ന് നമുക്കൊരു സിനിമ പാട്ട് കൊറിയോഗ്രാഫി ചെയ്ത് എൻ്റെ ഒരു ആവേശമായിരുന്നു. ഈ പാട്ട് മതിയോ, അങ്ങനെ മതിയോ, ഇങ്ങനെ മതിയോ എന്നുള്ളത് എൻ്റെ ആലോചനകളായിരുന്നു. അപ്പോൾ ജയൻചേട്ടൻ തരുന്ന ഓരോ വേർഷനും അപ്പോൾ ഇങ്ങനെ ആയാലോ ഞാൻ ഓരോ സജഷനും ഇങ്ങനെ പറയും, ശല്യപ്പെടുത്തുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. പക്ഷേ ജയൻചേട്ടൻ്റെ കലാകാരൻ്റെ വലുപ്പമാണ്. അദ്ദേഹം വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെയാണ് എനിക്ക് പറയാനുള്ളതൊക്കെ കേട്ട് എൻ്റെ ആഗ്രഹങ്ങൾക്കൊക്കെ അനുസരിച്ച് എങ്ങനെയാണ് വേണ്ടത്, മഞ്ജുവിന് വേണ്ടിയാണ് ഈ പാട്ട് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് മഞ്ജുവിൻ്റെ ആഗ്രഹം പോലെ തന്നെ ചെയ്തു തരാം എന്ന് ഒരുപാട് എന്താ പറയുക ഗ്രേസോടെ ഭയങ്കര വാത്സല്യത്തോടെയാണ് ജയൻചേട്ടൻ എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാക്കാൻ ഇപ്പം ഇന്ന് നമ്മൾ കേൾക്കുന്ന ആ വേർഷൻ എന്താണോ അതിലേക്ക് ആക്കി തന്നത്. അപ്പോൾ അത് എല്ലാവർക്കും വലിയ ഇഷ്ടമായി, പ്രൊഫസറിനും വലിയ ഇഷ്ടമായി. അപ്പോൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ശരിക്കും വളരെയധികം അധ്വാനിച്ചിട്ട് അതിനുവേണ്ടി ശരിക്കും കഷ്ടപ്പെട്ട് തന്നെയാണ് ആ സിനിമ അതിൽ പാട്ട് ഞങ്ങൾ ചെയ്തത്. ട്രailerలో ഡയലോഗ് ഉണ്ട്, ഇതാ ഇതിന്റെ ലോകം, പക്ഷെ ഇത് ഐഷയുടെ ലോകം. റാസൽ കൈമയിലെ ഗിരാജൻ കോവിയുടെ മേടിച്ചുട്ടോ ഐഷ. ഓക്കെ, താങ്ക് യു. മഞ്ജു ചേച്ചി ആനയെ ചോദിച്ചു നന്നായിട്ടില്ല, ഞാൻ അവിടെ വെറുതെ ഇരുന്നു. എന്നാണ് ആഗ്രഹം. അപ്പൊ തൽക്കാലം അത് വീട്ടിലേക്ക് 2 വീലർ ലൈസൻസ് കൊണ്ട് ജാട കാണിക്കാനാണ് എന്റെ ജോലി. എന്ത് പറഞ്ഞാലും അതിന് 2 വീലർ ലൈസൻസ് ആണ് സത്യം എന്നൊക്കെയാ ഞാൻ പറയാം. എന്തിനാ 2 വീലർ ലൈസൻസ് ഉണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പൊ എല്ലാം അതിനെ ചുറ്റി പറ്റിയ. അപ്പൊ ആഗ്രഹമുണ്ട്, നടക്കട്ടെ. താങ്ക് യു. ഓപ്പോസിറ്റ് മഞ്ജു വാര്യർ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലേ ചേച്ചി? എപ്പോഴും പറയണ പോലെ എനിക്ക് ഇങ്ങനെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നെനിക്ക് മികച്ച നടി, അതായത് ഒരു ഡയറക്ടർ നമ്മളൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നടന്നു. അതായത് നമ്മൾ ചിലപ്പോൾ ഒരു സാധനം പറയുമ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്ത കുഴപ്പമുണ്ടാവില്ല കേട്ടോ, കാരണം ആ പടം 2-3 നമ്പറായിട്ട് നമ്മൾ ഇറങ്ങണം അഭിനയിക്കാൻ. പക്ഷെ ചേച്ചി ഡയറക്ടർ പറയുന്ന സാധനം, ചേച്ചി ഒരു സാധനം കാണിച്ചിട്ട് അല്ല ഇങ്ങനെയല്ല എന്ന് അമീർ പറയുമ്പോൾ കറക്റ്റ് അമീർ എന്താണോ പറയുന്നത് അതിൽ തർക്കവും പരിപാടിയൊന്നുമില്ല. ഡയറക്ടർക്ക് എന്താണോ വേണ്ടത് ആ സാധനം കൊടുക്കാൻ പറ്റും. അത് എനിക്ക് ചേച്ചിയിൽ നിന്ന് പഠിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാവരുടെയും പേര് പറയും ചേച്ചി. മോനെ മുത്തേക്ക അതൊന്നല്ല, പേര് പറയും, എല്ലാവരുടെയും പേര് പറയും. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് വിമൽ, ഗുഡ് മോർണിംഗ് അർജുൻ. ഞാനിങ്ങനെ നമ്മളെങ്ങനെയാണെന്നറിയോ, അളിയ ഗുഡ് മോർണിംഗ്, അളിയയിൽ നമ്മൾ തീർക്കും. അതും എനിക്ക് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള. ഇനിയും അടുത്ത പടങ്ങൾ കഴിയുമ്പോൾ കൂടുതൽ പഠിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ വിട്ടീനെ പിന്നെ നിങ്ങൾ വിളിക്കും, ഞാൻ വിളിക്കാം. അഭിനയൊക്കെ ഞാൻ കണ്ടിട്ടാ, എല്ലാത്തിനും അങ്ങോട്ട് കയറണം നമുക്ക് പറ്റില്ല, സമ്മതിക്കില്ല.